ചേട്ടാ, കഴിഞ്ഞ ദിവസം നമ്മുടെ മലയാളത്തിന്റെ മെഗാസ്റ്റാർ, മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി ചൂരൽമല ടൗൺഷിപ്പ് കാണാൻ വന്നതുമായി ബന്ധപ്പെട്ട് കുറച്ചേറെ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ചൂരൽമല വിഷയത്തിൽ അവിടെ ഏറ്റവും കൂടുതൽ ഇടപെട്ട, അല്ലെങ്കിൽ ചൂരൽമലയിലെ ഓരോ ആളുകളുടെയും എന്താ പറയുക, ആരെങ്കിലും ജീവനോടെ കിട്ടുമോ എന്ന പ്രതീക്ഷയോട് കൂടി ഓടിച്ചാടി നടന്ന ഒരു മനുഷ്യനെ പിന്നിലേക്ക് മാറി നിൽക്കാൻ പറഞ്ഞാൽ മമ്മൂട്ടിയുടെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്. തൻ്റെ മുന്നിലേക്ക് ആരെങ്കിലും ഇടിച്ചു കയറി വന്നു കഴിഞ്ഞാൽ അവരെ പിന്നിലേക്ക് നിർത്തുന്ന ഒരു ക്യാരക്ടറുണ്ട്. പക്ഷേ അതിനുശേഷം നമ്മളിവിടെ കണ്ടെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശക്തമായ സൈബർ ആക്രമണമാണ് മമ്മൂട്ടിയുടെ പേജുകൾക്കടിയിലേക്ക്. മമ്മൂട്ടിയെ ചീത്ത വിളിക്കുന്നത്, മമ്മൂട്ടിയെ പറയാത്തൊന്നുമില്ല, മമ്മൂട്ടിയെ അങ്ങ് ആക്രമിക്കുവാണ്, കടന്നങ്ങ് ആക്രമിക്കുവാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ശക്തമായ ഒരു സൈബർ വിങ് ഉണ്ട്. പോരാളി ഷാജി പോലെയുള്ള കുറച്ച് സൈബർ അറ്റാക്കേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ സൈബർ വാരിയേഴ്സ് ഉണ്ട്. അവര് ശരിക്കും പറഞ്ഞാൽ മമ്മൂട്ടിയുടെ സോഷ്യൽ മീഡിയ പേജുകളെ വെട്ടുകിളിക്കൂട്ടങ്ങളെ പോലെ കടന്നാക്രമിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അതെന്തായാലും വലിയ വാർത്തയായി. ഇപ്പോഴിതാ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിൽ പരസ്യമായി മമ്മൂട്ടിയോട് മാപ്പ് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. ഇതിൽ പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ലെന്നും തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്നും പാർട്ടി മേഖലകളൊന്നും തന്നെ അറിഞ്ഞുകൊണ്ടുള്ള സംഭവങ്ങളല്ല ഇതെന്ന് പറയുമ്പോഴും, എന്താണെങ്കിലും പാർട്ടിയുടെ ഒരു നേതാവിനെ പിന്നിലേക്ക് നിർത്തിയതിന്റെ പേരിൽ മമ്മൂട്ടിക്ക് ഇത്രയധികം ശക്തമായ ആക്രമണങ്ങൾ വരുമ്പോൾ അത് പാർട്ടിയുടെ അറിവോടെയാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് ഒരു നേരം ചോറുണ്ടെന്ന ഏതൊരു മലയാളിക്കും വ്യക്തമായിട്ട് മനസ്സിലാകുന്ന കാര്യമാണ്. പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രി ഈ കൈകഴുകൽ നാടകം കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. പ്രശാന്തായാലും മനസ്സിലാക്കാൻ ഒന്നുമില്ല. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാപ്പ് ചോദിക്കുക എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ മുഖ്യമന്ത്രി ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിനെ കുറിച്ച് പുറമേ സമൂഹത്തിലുള്ള ഒരു പേരുണ്ട്, അദ്ദേഹത്തിന് മനുഷ്യത്വമില്ല, അദ്ദേഹത്തിന് പെരുമാറാൻ അറിയില്ല, ഇദ്ദേഹമാണോ മനുഷ്യൻ? അതായത് അസഹിഷ്ണുതയുടെ ഒരു മൂർത്തിഭാവം. അതായത് ഒരു വ്യക്തി അസഹിഷ്ണുവാകുമ്പോഴത്തേക്ക് ഒരു വ്യക്തി എങ്ങനെ നമ്മൾ നേരത്തെയും പറഞ്ഞു, അദ്ദേഹത്തിന് ഒരു സ്ഥാനമുണ്ട്, അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി പദത്തിൽ ഇരിക്കുമ്പോഴത്തേക്ക് ആ പദവിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി കാണിക്കാൻ പാടില്ലാത്ത കുറേ ചേഷ്ടകൾ അദ്ദേഹം ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം താനൊരു മരങ്ങോടനല്ല, അല്ലെങ്കിൽ താനൊരു മൃഗമല്ല. അദ്ദേഹം മുഖ്യമന്ത്രിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ളവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ പറയും, നിങ്ങൾക്കറിയോ അദ്ദേഹം ധർമ്മടത്ത് ഇവിടെ മത്സരിക്കാൻ പോവുകയാണ്. ഈ ധർമ്മടത്തുള്ള ഏതെങ്കിലും ഒരു മനുഷ്യന് 3 നേരം ആഹാരം ഉണ്ടോ എന്ന് ചോദിക്കാൻ പോലും നേരമില്ലാത്ത ഒരു മനുഷ്യന് ഇവിടെ വോട്ട് ചോദിക്കാൻ വേണ്ടി മാത്രം വരുന്ന ഒരു മനുഷ്യൻ, ഞങ്ങൾക്കറിയില്ല അങ്ങനെ ഒരാളെ. ഉയരിനെ പേടിച്ചാണ് ധർമ്മടത്തുള്ളവർ അദ്ദേഹത്തിന് വോട്ട് ചെയ്ത് ഇവിടുന്ന് പാക്ക് ചെയ്ത് വിടുന്നത് എന്ന് പറയുന്ന സാധാരണക്കാരെ നമുക്കറിയാം. കണ്ണൂർ അതവിടെ നിന്നോട്ടെ. ഇവിടെ അദ്ദേഹം ഈ പറയുന്ന രീതിയിൽ മാപ്പ് പറയുക എന്ന് പറഞ്ഞാൽ, മാപ്പ് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവർ തന്നെ ഉണ്ടാക്കിയ ഒരു PR നാടകം. ബഹുമാനപ്പെട്ട ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഇപ്പോൾ ഡൽഹിയിലോട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നത് ചില പ്രത്യേക ദൗത്യങ്ങൾക്ക് വേണ്ടിയാണ്. ആ ദൗത്യം ഏതാണ്ട് കഴിയാറായി. ഇനി അദ്ദേഹത്തിന് ഇവിടെ ഒരു സ്ഥാനം വേണം. ഈ കൈരളി ചാനലിന്റെ തലപ്പത്തേക്ക് മോഹൻലാലിനെയും മമ്മൂട്ടിയെയും കൊണ്ടുവച്ച കഥ അറിയാമല്ലോ. ഇന്നും മമ്മൂട്ടി ചെയർമാനാണ്. മോഹൻലാൽ 1 മാസം പോലും ഇരിക്കുമ്പോൾ മോഹൻലാൽ പറഞ്ഞു, അയ്യോ എനിക്ക് എന്നോടൊന്നും താല്പര്യമില്ല. അപ്പം മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തി ഈ പറയുന്ന CPM എന്ന് പറയുന്ന പാർട്ടിയുമായി അടുത്ത് നിൽക്കുന്നു എന്ന് ജനത്തിനറിയാം. അപ്പോൾ അദ്ദേഹം എന്ന് പറയുന്ന നടൻ ആയിക്കോട്ടെ, ഇപ്പോൾ പ്രശാന്ത് പറഞ്ഞു അദ്ദേഹം അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. പ്രശാന്ത്, ഈ പറയുന്ന കേവലം ഒരു സാധാരണക്കാരനായി എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് വളരെ മൃഗീയമായ തിക്താനുഭവം ഉണ്ടായിട്ടുണ്ട്. ആ ഒരു കാര്യം കൂടി ഞാൻ പറയാം. മമ്മൂട്ടിയിൽ നിന്ന് വളരെ എനിക്ക് ഇന്നും അത് ഓർക്കുമ്പോൾ ഭയങ്കരമായ ഫീലിംഗ് എൻ്റെ മനസ്സിലുണ്ട്. കാര്യം ഞാൻ അന്നൊരു 23 വയസ്സുകാരൻ, എൻ്റെ മാധ്യമ മേഖലയിലെ തുടക്കം മാത്രമാണ്. അന്ന് ഞാനൊരു അഭിമുഖം ചോദിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ പോവുകയാണ്. അന്ന് മൊബൈലും ഒന്നും ഇല്ല. ഞാനന്ന് ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് വിളിക്കുകയാണ്, ദീപിക പത്രത്തിൻ്റെ ഓഫീസിൽ നിന്ന് ഞാൻ അദ്ദേഹത്തെ വിളിക്കുക. അദ്ദേഹം തിരുവനന്തപുരത്ത് പങ്കജ് ഹോട്ടലിലുണ്ട്. അദ്ദേഹത്തെ ഫോണിൽ എനിക്ക് കിട്ടുന്നു. അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നാൽ പങ്കജ് ഹോട്ടലിൽ മാത്രമേ തങ്ങാറുള്ളൂ. ഇദ്ദേഹത്തിന് ഞാൻ ഫോണിൽ വിളിക്കുന്നു, ഇദ്ദേഹം ഫോണിൽ വരുന്നു. അപ്പോൾ അതുല്യനായ നടനാണ്. അപ്പോൾ നമുക്ക് ഭയങ്കര ഇമേജ് അദ്ദേഹത്തെക്കുറിച്ച്. ഞാൻ പോയത് നമുക്ക് ഓണം വരുന്നു. ഓണത്തിന് അന്ന് സൺഡേ നമ്മുടെ വാരാന്ത്യ പതിപ്പിൽ സൺഡേയിലേക്ക് നമുക്ക് ഫീച്ചർ എഴുതണം. ഈ ഫീച്ചർ എഴുതുന്നതിന് വേണ്ടി താരങ്ങൾ നമ്മൾ തേടി പോകും. അവിടെ നിന്ന് അസൈൻമെന്റ് തരും, നമുക്ക് പോയി അവരെയൊക്കെ കാണാം. അങ്ങനെ ഇദ്ദേഹത്തെ വിളിക്കുന്നു, അദ്ദേഹം ഫോണിൽ സംസാരിക്കുന്നു. ശരി, എനിക്ക് തിരക്കാണ്. അദ്ദേഹം ആദ്യം പറഞ്ഞു എനിക്ക് തിരക്കാണ്. ഫസ്റ്റ് ഡേ ഫോണിൽ പറഞ്ഞു എനിക്ക് തിരക്കാണ്. അടുത്ത ദിവസം വീണ്ടും അദ്ദേഹത്തിനെ കിട്ടി. അപ്പോൾ ഉടനെ പറഞ്ഞു എനിക്ക് മുടിവെട്ടാൻ പോകണം. ഓക്കെ, അതെല്ലാം അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ രീതിയാണെന്ന് വെക്കാം. ദെൻ അദ്ദേഹം ടെക്നോ പാർക്കിൽ ഷൂട്ടിങ്ങിന് ഉണ്ട്. അത് പടത്തിന്റെ പേര് ഗോഡ്മാൻ എന്നോ മറ്റോ ആണ്. ദ ഗോഡ്മാൻ എന്ന് പറഞ്ഞൊരു പടത്തിന്റെ അന്ന് ദൂരദർശനിൽ മാത്രമേ ഈ പറയുന്ന രീതിയിൽ വിഷ്വൽസ് ഉള്ളൂ. അന്ന് വേറെ സാറ്റലൈറ്റ് ചാനലുകളൊന്നും വന്നിട്ടില്ല. ഏഷ്യാനെറ്റ് പോലും വന്നിട്ടില്ല. അത് 1995 96 അങ്ങോട്ടൊക്കെയാണ്. ഏതായാലും എനിക്ക് വർഷം കൃത്യമായി ഓർമ്മ വരുന്നില്ല. ടെക്നോ പാർക്കിലാണ് ഷൂട്ട്. അപ്പോൾ എൻ്റെ കൂടെ ഒരു ക്യാമറമാൻ ഉണ്ട്. ഈ ക്യാമറമാന്മാർ പൊതുവെ ഈ പറയുന്ന രീതിയിൽ സ്റ്റാറുകളുടെ പടം എടുക്കാൻ എന്നും ഭയങ്കര താല്പര്യമാണ്. അതൊരു കുഞ്ഞു പയ്യനാണ്. അവൻ എൻ്റെ കൂടെ സ്ഥിരം നമ്മുടെ ഓഫീസിൽ നിന്ന് അസൈൻമെന്റ് കൊടുത്ത് പറഞ്ഞയക്കുന്ന ഒരു പയ്യനാണ്. അപ്പോൾ ഇവൻ വന്നിട്ട് ചേട്ടാ അദ്ദേഹം ഷൂട്ടിങ് നിൽക്കുമോ ചേട്ടൻ എന്ന് ചോദിക്കുക. ഞാൻ ഇടിച്ചു കയറി ചെന്ന് അദ്ദേഹത്തിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം ആ പടത്തിലൊക്കെ തന്നെ ഒരു പ്രത്യേക കോസ്റ്റ്യൂമൊക്കെയാണ്, ഒരു ടീഷർട്ടൊക്കെ ഇട്ട് ഫുൾ ടീഷർട്ടിലൊക്കെയാണ് കാണാൻ സുന്ദര പോലീസ് ക്യാരക്ടറാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ നടക്കുവാണ്. ഞാൻ ചെന്ന് ചോദിക്കുമ്പോൾ എന്നോട് അദ്ദേഹം വളരെ റാഷായിട്ടാണ് പറഞ്ഞത്, നിങ്ങൾക്കൊന്നും എനിക്ക് അഭിമുഖം തരാൻ പറ്റത്തില്ല. ഇങ്ങനെയാണ് പറഞ്ഞത്. ഞാൻ കേട്ടത് എന്താ സർക്കാർ അല്ല തരാൻ പറ്റില്ല.
ഇത്രയേ ഉള്ളൂ. ഞാൻ എന്ത് ചെയ്തു? അവനോട് പറഞ്ഞു, നീ വരാൻ പറഞ്ഞു. ഇപ്പം ഞാനെന്ന വ്യക്തിയല്ല പ്രശാന്തെ, ഞാൻ വരുന്നത് അന്ന് ഞാൻ ജോലി ചെയ്യുന്ന പ്രസ്ഥാനത്ത് നിന്നാണ് വരുന്നത്. ഇപ്പോൾ പ്രശാന്ത് ഇവിടുന്ന് പോകുന്നു, നേഷൻ ഫസ്റ്റിൻ്റെ ഒരാളായിട്ട് പോകുന്നു. നമ്മളൊരു വ്യക്തിയെ കാണുമ്പോൾ അദ്ദേഹം നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ നേഷൻ ഫസ്റ്റിൻ്റെ പ്രതിനിധിയാണ്, അയാൾ പെരുമാറുന്നത് നേഷൻ ഫസ്റ്റിനാണ് കൊള്ളുന്നത്, അല്ലാതെ നിങ്ങൾക്കല്ല കൊള്ളുന്നത്. ഞാൻ എന്ത് ചെയ്തു? ഞാൻ അപ്പോഴും തന്നെ പിൻവാങ്ങിയിട്ട് ഞാൻ എഡിറ്ററെ വിളിച്ചു. സാർ ഇങ്ങനെയാണ് പെരുമാറുന്നത്. ഐബാസ് കളഞ്ഞേരെന്ന് പറഞ്ഞു. ഐബാസ് നേരെ കുതിരമാളികയിലിട്ട് പോകും, അവിടെ മോഹൻലാൽ ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടൊരു വണ്ടിയും കൊണ്ട് നേരെ കുതിരമാളികയിൽ പോയി. മോഹൻലാൽ ഞങ്ങൾക്ക് ഒരു 20 മിനിറ്റ് ഞങ്ങൾക്ക് ഒരു അവബോധം തന്നു. ഞങ്ങളുടെ ആ വിഷമം അവിടെ തീർന്നു. അത് ഒരു ഇൻസിഡന്റ് എനിക്ക് പറയാനുള്ളത്. 2, എൻ്റെ സുഹൃത്ത് മുൻഷി എന്ന് പറയുന്ന ഇതിൽ മുൻഷി എന്ന് പറയുന്ന ഏഷ്യാനെറ്റിലെ ഒരു പരമ്പര, ആക്ഷേപഹാസ്യ പരമ്പര, അതിൽ ബൈജു എന്ന് പറയുന്ന ഒരു നടനുണ്ട്. ഇത് ഞാനിത് നടൻ മമ്മൂട്ടിയെ ഒരിക്കലും അദ്ദേഹത്തിന് ബ്ലെയിം ചെയ്യില്ല, അദ്ദേഹത്തിന്റെ സ്വഭാവം അങ്ങനെയാണ്. ഒരു ഉദാഹരണം കൂടെ പറയാം ഞാൻ. അതായത് ഈ മുൻഷി എന്ന് പറയുന്ന അതിൽ അഭിനയിക്കുന്ന ബൈജു എന്ന് പറയുന്ന നടൻ, ഈ നടൻ ഒരു നല്ല നടനാണ്. എനിക്കറിയാം, ഞങ്ങളുടെ തിരുവനന്തപുരത്തെ അഭിനയ എന്ന് പറയുന്ന ഒരു നാടക സംഘത്തിലെ എൻ്റെ ബ്രദറിനോടൊപ്പം ഒക്കെ നാടകം കളിച്ചിട്ടുള്ളതാണ്. ഈ ബൈജു ബ്ലാക്ക് എന്ന് പറഞ്ഞൊരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, മമ്മൂട്ടിയുടെ ബ്ലാക്ക് എന്ന് പറഞ്ഞ രഞ്ജിത്തിന്റെ സിനിമ. ഇതില് ഈ നാടക നടന്മാർക്കൊക്കെ ഒരു കുഴപ്പമുണ്ട്, കുറച്ച് അഹങ്കാരമൊക്കെ ഉണ്ട്. ഓവർ ആക്ടിങ് അല്ല, ഇത് അമച്ചർ നടനാണ്, ഒരിക്കലും പ്രൊഫഷണൽ നടനല്ല. അപ്പൊ അമച്ചർ നടൻ ഒരിക്കലും മോശക്കാരനല്ല. ഈ നടൻ ബൈജു എന്ത് ചെയ്തു? ബൈജു സെറ്റിൽ ഇങ്ങനെ ഇരുന്നപ്പോ കാലുമേ കാലിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പൊ പിന്നെ പറയണ്ടല്ലോ, ബഹുമാനപ്പെട്ട മമ്മൂട്ടിക്ക് സെറ്റിൽ ആരെങ്കിലും അദ്ദേഹത്തിന് മുമ്പേ കാലുമേ കാലിട്ടിരുന്ന അദ്ദേഹത്തിന് പിടിക്കത്തില്ല. അദ്ദേഹം ഉടൻ തന്നെ എന്ത് ചെയ്തു? രഞ്ജിത്ത് ആ പടം സംവിധാനം ചെയ്യുന്നത്. രഞ്ജിത്ത് പ്രഗത്ഭരായ പയ്യന്മാരെയാണ് ആ ഗുണ്ടകളായിട്ടൊക്കെ എടുത്തിരിക്കുന്നത്. അറിയാമല്ലോ, ആ ഗുണ്ടകൾ 7 പേര് നന്നായിട്ട് അഭിനയിക്കുന്നവരാ. ആ സിനിമയുടെ ഏറ്റവും വലിയ കാതലായ പോയിന്റ് ആ ഗുണ്ടകളാണ്. അതിൽ ഈ ബൈജുവിന് വേണ്ടി ഒരു 20 സീൻ കണ്ടാ ഉണ്ടായിരുന്നു. ഇദ്ദേഹം ഈ കാലുമേ കാലിട്ടിരിക്കുന്നതിന് പുറമെ അദ്ദേഹം വരുമ്പോൾ എണീറ്റത് പോലുമില്ല. ബഹുമാനപ്പെട്ട മമ്മൂട്ടി വരുമ്പോൾ ശ്രദ്ധിച്ചില്ല എന്നൊന്നും പറയില്ല, ശ്രദ്ധിച്ചോ ഇല്ലയോ എന്നുള്ളത് ഇവർക്കൊരു അഹങ്കാരമൊക്കെ ഉണ്ടല്ലോ. അമച്ചർ നാടകം, മമ്മൂട്ടി വലിയ നടനായിരിക്കാം, ഞാനും വലിയ നടനാണെന്നൊരു ഭാവം ബൈജുവിനുണ്ടായിരുന്നു. അതാണ് സത്യം. ഒരിക്കലും അങ്ങനെ ഒന്നും കാണിക്കാൻ പാടില്ല. അതിൽ ഞാൻ ബൈജുവിനെ പറയും. എൻ്റെ കാര്യത്തിലായാലും നമ്മൾ മാധ്യമപ്രവർത്തകരാണ്, പോയി കണ്ടു തന്നില്ല, പക്ഷേ എങ്കിലും നമുക്കൊരു വേദന ഉണ്ടാവും പ്രശാന്ത്. കാര്യം എനിക്കത് വയസ്സ് കയറി 23 ശരി ആവട്ടെ. അപ്പോൾ ഈ ബൈജുവിനെ പതുക്കെ പടം കഴിഞ്ഞിട്ട് എഡിറ്റിംഗ് ടേബിളിൽ വരുമ്പോൾ രഞ്ജിത്തിനോട് പറയണം, അവൻ എത്ര സീന് കൊടുത്തിട്ടുണ്ടോ ആ സീനിൽ ഒരു 10 കട്ട് ചെയ്യണമെന്ന്, ഒരു 10 സീനെങ്കിലും കട്ട് ചെയ്യണമെന്ന്. അങ്ങനെ ഒരു കഥയുണ്ട്. അത് മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ ഒരിക്കലും അങ്ങനെ പെരുമാറുന്ന ഒരാളല്ല. പക്ഷേ ഇപ്പൊ ഞാൻ അവിടെ ഒരു ആണ്. പക്ഷേ പ്രശാന്തേ, ഞാനൊരു 10 മിനിറ്റ് കൂടെ അവിടെ ഈ നമ്മുടെ റിപ്പോർട്ടിങ്ങിന് എടുക്കാൻ നിന്നിരുന്നോ എന്നുണ്ടെങ്കിൽ മമ്മൂട്ടി ഉടൻ മാറും. അത് മമ്മൂട്ടിയുടെ സ്വഭാവത്തിന്റെ പ്രത്യേകതയാണ്. പെട്ടെന്ന് ഇങ്ങനെ ദേഷ്യം വരികയും അദ്ദേഹം ഡൗൺ ആവുകയും പിന്നീട് അദ്ദേഹം സംസാരിക്കും. ഇത് മമ്മൂട്ടിയുടെ സ്വഭാവം എന്ന് പറയാം. പക്ഷെ ഇവിടെ എന്തുകൊണ്ട് മുഖ്യമന്ത്രി മാപ്പ് പറയാൻ പോയി? മുഖ്യമന്ത്രി മാപ്പെന്ന് പറയേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. മുഖ്യമന്ത്രി മാപ്പ് പറയേണ്ട ആവശ്യമില്ല. സർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ, താങ്കൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം പത്മശ്രീ വാങ്ങിയ നടനായിരിക്കാം. പക്ഷെ അദ്ദേഹത്തിനോട് മാപ്പൊന്നും പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രശാന്തിന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. എന്തിനാണ് ആ പദവി അദ്ദേഹം ഇത്ര കണ്ട് താഴ്ന്നത്? അപ്പൊ അദ്ദേഹത്തിന്റെ ഇരട്ടച്ചങ്ങൾക്ക് എവിടെ പോയി? സാധാരണ ഒരു പാർട്ടി പ്രവർത്തകൻ, അല്ലെങ്കിൽ പോട്ടെ ഒരു സാധാരണക്കാരൻ, അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തകർ, 2-3 മാധ്യമ പ്രവർത്തകർ, സാർ എന്താണ് സാർ ഇന്നത്തെ നിങ്ങളുടെ കമ്മിറ്റിയുടെ കാര്യങ്ങൾ നമുക്ക് കടക്ക് പുറത്ത് എന്ന ഭാഷ പറഞ്ഞ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് അല്ലേ? അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ നിങ്ങളുടെ എന്താ കാര്യം? ഇന്നും ആ വിഷ്വൽ നമ്മുടെ കണ്ണിലുണ്ട്. ഡൽഹിയിൽ കേരള ഹൗസിൽ കയറിപ്പോകുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്താ ഇവിടെ നിങ്ങളുടെ കാര്യം എന്ന് കോടിയേരി ബാലകൃഷ്ണനോടൊപ്പം ചോദിച്ചുകൊണ്ട് പടി ഇറങ്ങി വരുന്ന മുഖ്യമന്ത്രിയെ എനിക്കും പ്രശാന്തിനും ഓർമ്മയുണ്ട്. പിന്നെ തീർച്ചയായിട്ടും. അപ്പോ ഇവിടെ ഇത്രേ പറയാനുള്ളൂ. സാർ, താങ്കളുടെ പദവി, സാർ താങ്കൾ ഇരട്ടച്ചങ്കരൻ എന്നാണ് പറയുന്നത് ഇവിടെയുള്ളവർ. സാർ ഒരിക്കലും ആ പദവി ഇരുന്നു കൊണ്ട്, അദ്ദേഹം നടനാണ് സാർ, അദ്ദേഹം ഭാരത് അവാർഡ് വാങ്ങിയ നടനാണ് സാർ. അതിൽ നേരിട്ട് മാപ്പൊന്നും ചോദിക്കണ്ട. ഇനി ബ്രിട്ടാസ് ഫോണിൽ വിളിച്ച് താങ്കളെ കൂടെ സാർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് മാപ്പ് പറഞ്ഞേക്കണം. ബ്രിട്ടാസിന് വേണ്ടി അദ്ദേഹം മാപ്പ് പറയാൻ പോയി എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു എക്സ്ക്യൂസ് കൊടുക്കാം.